നമസ്കാരം, ഏഷ്യൻ ഗ്രാഫിലേക്ക് സ്വാഗതം. കുറ്റിക്കാട്ടൂരിലെ മുസ്ലിം യത്തീംഖാനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചിലർ സോഷ്യൽ മീഡിയയിൽ വഴി നടത്തിവരുന്ന പ്രചരണങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് മുസ്ലിം ജമായത്ത് കമ്മിറ്റി ഭാരവാഹികൾ കുറ്റിക്കാട്ടൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണയുള്ള കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമായത്ത് കമ്മിറ്റി വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷമാണ് കുറ്റിക്കാട്ടൂർ മുസ്ലിം യത്തീംഖാനയുടെ ഭരണം സ്ഥാപിത താൽപ്പര്യക്കാരിൽ നിന്നും നേടിയെടുത്തത്. കോടതി വിധി മുസ്ലിം ജമായത്ത് കമ്മിറ്റിക്ക് അനുകൂലമായി ലഭിച്ചതോടെയാണ് വ്യാജ പ്രചരണങ്ങളുമായി ചിലർ രംഗത്ത് വന്നത്. ചില സ്ഥാപിത താൽപ്പര്യക്കാരുടെ കൈവശമായിരുന്നു ഇതുവരെ യത്തീംഖാനയുടെ പ്രവർത്തനം. പൊതുസ്ഥാപനമായി മാറേണ്ടിയിരുന്ന കുറ്റിക്കാട്ടൂർ യത്തീംഖാന ഇതുവരെ 13ഓളം കുടുംബങ്ങളിലെ 74 പേരുടെ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നിരുന്നത്. ഇതിനെതിരെയാണ് മുസ്ലിം ജമായത്ത് കമ്മിറ്റി മുസ്ലിം ട്രൈബ്യൂണലിലും വിവിധ കോടതികളിലും കേസ് നടത്തി അനുകൂല വിധി സമ്പാദിച്ചത്. നവംബർ 1-ാം തീയതിയാണ് മുസ്ലിം ജമായത്ത് കമ്മിറ്റിക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്. ഭരണം മുസ്ലിം ജമായത്ത് കമ്മിറ്റി ഏറ്റെടുത്തതോടെയാണ് ഇതുവരെ കൈവശം വെച്ചിരുന്ന ഏതാനും പേർ ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ യത്തീംഖാനയിൽ എത്തിയതെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി 7 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നെന്നും മുസ്ലിം ജമായത്തിന്റെ വക്താക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പോലീസ് സംരക്ഷണയിലാണ് കുറ്റിക്കാട്ടൂരിലെ യത്തീംഖാനയുടെ പ്രവർത്തനം നടന്നുവരുന്നത്. ഇനിയും മുസ്ലിം ജമായത്ത് കമ്മിറ്റിക്കെതിരെയും യത്തീംഖാനയ്ക്കെതിരെയും ഉള്ള പ്രവർത്തനം തുടരുന്ന പക്ഷം ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ജമായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. വാർത്താസമ്മേളനത്തിൽ മുസ്ലിം ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പേങ്കാട്ടിൽ അഹമ്മദ് ഹാജി, സെക്രട്ടറി AP സലീം ഹാജി, NK യൂസഫ് ഹാജി, എടക്കണ്ടി മുജീബ് റഹ്മാൻ, പണിക്കർതൊടി അബൂബക്കർ ഹാജി, TK അബൂബക്കർ ഹാജി, തിരുമംഗലത്ത് കുഞ്ഞിക്കോയ, മഗ്നിയാട്ട് മരക്കാർ ഹാജി, MM സെയ്തലവി തുടങ്ങിയവർ സംബന്ധിച്ചു.